പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം പറയാൻ ദൈവ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, അല്പം ക്ലാസ് താമസിച്ചുപോയി. വൈഫൈക്ക് ഒരു ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ശരിയായി വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടാം വരവ് കണക്കിലൂടെ എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്ലാസ് ഞാൻ ഇട്ടിരുന്നു. അതിനകത്ത് ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞു നിർത്തിയ വചനം ഇതാണ്. നമ്മൾ ആ ക്ലാസ് തീരുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇതാ ഞാൻ സകലവും നവീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു വചനം കർത്താവിനുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 21 അധ്യായം 5 തിരുവചനം. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസ്സിൽ നിങ്ങൾക്ക് തരുന്നത്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ഇപ്രകാരമായിരുന്നു. നമ്മൾ കർത്താവിൻ്റെ വചനത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ക്ലാസ്സുകൾ എടുക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് സ്റ്റുഡിയോ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ സംഭവിക്കാറുണ്ട്. അത് നിങ്ങൾ സാദരം ക്ഷമിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇടയ്ക്ക് മൊബൈൽ ഫോണൊക്കെ ഉരുണ്ടിയാടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വചനത്തിൻ്റെ ഭാഗം വലിയ ഒരു നിഗൂഢ രഹസ്യത്തെ, ദൈവവചനത്തിൽ അന്തർലീനമായി കിടക്കുന്ന വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ ഞാൻ ഗ്രഹിക്കുകയും ഉൾക്കൊള്ളുകയും പഠിക്കുകയും അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോഴാണ് നമ്മളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വന്നു വസിക്കുന്നത് എന്നും യേശുവിൻ്റെ വരവിൻ്റെ സമയത്ത് ഈ ലോകമോ ഈ സഭയോ നമ്മളെ രക്ഷിക്കുകയില്ല എന്നും അവിടെ രക്ഷിക്കാനായി ഓടിയെത്തുന്നത് യേശു ക്രിസ്തുവിൻ്റെ വചനം മാത്രമായിരിക്കുമെന്നും ആ വചനത്തിൻ്റെ നിവർത്തീകരണത്തിലാണ് അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ വരവിന് മുന്നോടിയായിട്ടുള്ള മഹാപീഡനത്തിൽ ഒരു മനുഷ്യനല്ല, കുടുംബത്തിൽ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ദൈവിക സംരക്ഷണം ഒരുക്കുന്നത് എന്നും നമ്മൾ ഗ്രഹിക്കാൻ മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു വന്നത്, കർത്താവ് പറയുന്ന ഒരു വചനം വലിയ പ്രാധാന്യമുള്ളൊരു വചനമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ അല്പം വഴിയെ പറഞ്ഞുതരാം. ആ വചനത്തിൽ അന്തർലീനമായിരിക്കുന്ന ഒരു നിഗൂഢ രഹസ്യം എന്ന് പറയുന്നതാണ്, ഇതാ ഞാൻ സകലവും നവീകരിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. ആ വിശ്വാസയോഗ്യവും സത്യവുമാണ് എന്ന് പറഞ്ഞ വചനത്തിൻ്റെ വ്യാഖ്യാനാർത്ഥം നിങ്ങൾ തന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിന് തൊട്ടുമുള്ളൊരു വചനമുണ്ട്, അത് വളരെ വലിയൊരു വചനമാണ്, അതുകൂടെ നമ്മൾ ഗ്രഹിക്കണമെന്ന്. അത് രണ്ടാവർത്തിച്ച് കർത്താവ് വെളിപാട് ഗ്രന്ഥത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ പ്രാധാന്യത്തെ കൂടുതൽ വ്യക്തമായിട്ട് നിങ്ങൾ എടുത്തു പറയുന്നത്. അത് ഞാൻ പറഞ്ഞിരുന്നു. വെളിപാട് 22:6 പറയുന്നുണ്ട്, ഈ വചനങ്ങൾ, അവൻ എന്നോട് പറഞ്ഞു, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. ഉടനെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ തൻ്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കാനായി പ്രവാചകാത്മാക്കളുടെ ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ അയച്ചിരിക്കുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ കാക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ അവിടെ കർത്താവ് വീണ്ടും ആവർത്തിച്ചു വന്നിരിക്കുകയാണ്, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യ സത്യമാണ്. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അടുത്തേക്ക് എത്തി എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. എന്നാൽ ഇതാ ഞാൻ സകലവും എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ സൂചിപ്പിച്ചൊരു പറഞ്ഞിട്ടുണ്ട്, സകലവും എന്ന് പറയുന്നതും സകലതും എന്ന് പറയുന്നതും രണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ ക്ലാസ് വെച്ചത്. അപ്പോൾ സകലവും എന്നത് ദൈവം അർത്ഥമാക്കുന്നതിനകത്ത് വലിയ ഒരു മർമ്മം ഒളിഞ്ഞു കിടപ്പുണ്ട്. അവിടെ സകലവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സകലതും എന്നല്ല. സകലവും എന്ന് പറയുന്നതിനകത്ത് സകലതും ഉണ്ട് എന്നുള്ളതാണ് വേറൊരു സത്യം. അപ്പോൾ എന്താണ് ഈ സകലവും? സകലവും എന്നതുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത് വസ്തുക്കളെയും ആശയങ്ങളെയുമാണ്. വസ്തുക്കൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ലോകത്ത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് എന്ന് നമുക്കറിയാം. കല്ല്, മണ്ണ്, വായു, ജലം, അഗ്നി. അത് ഇങ്ങനെ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്, നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ അതാണ് നമ്മുടെ പ്രപഞ്ചം, ലോകം, ഭൂമി എന്ന് പറയുന്നത്. എന്നാൽ സകലതും എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ അർത്ഥമാകുന്നുണ്ടെങ്കിൽ, സകലവും എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന മനുഷ്യന് മറ്റു ചില കാര്യങ്ങൾ കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട്. അതാണ് സകലം എന്ന വാക്കിൻ്റെ നിഗൂഢാർത്ഥം, അതായത് ആശയങ്ങൾ. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നൊരു വചനം ഇതാണ്, എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ
എന്നോട് പടപെരുതുവാൻ അനേകം മാലാഖ വൃന്ദങ്ങളെ കർത്താവ് സ്വർഗത്തിൽ നയിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം? ഐഹികം എന്ന് പറഞ്ഞ വാക്കിനർത്ഥം എന്താണ്? ആശയപരത, ആശയപരമായിട്ടുള്ളത്, ആശയങ്ങൾ ഉൾക്കൊള്ളുന്നത്. ഉദാഹരണം, കമ്മ്യൂണിസം ഒരാശയമാണ്, ജനാധിപത്യം ഒരാശയമാണ്, രാജഭരണം ഒരാശയമാണ്, തീവ്രവാദം ഒരാശയമാണ്, ഏകാധിപത്യം ഒരാശയമാണ്, ഫെഡറൽ സംവിധാനങ്ങൾ ഒരാശയമാണ്, ചില സംഘടനകളുടെ കാഴ്ചപ്പാടുകൾ ചില ആശയങ്ങളാണ്. ഇങ്ങനെ ഈ ലോകത്ത് വസ്തുക്കളുമുണ്ട്, ആശയങ്ങളുമുണ്ട്. പ്രപഞ്ചം വസ്തുക്കളാൽ നിർമ്മിതമാണെങ്കിൽ മനുഷ്യ സമൂഹം ആശയങ്ങളാൽ നിർമ്മിതമാണ്. ജനാധിപത്യ ഭരണം എന്ന് പറയുന്നത് നമുക്കറിയാം, അതിന് വ്യക്തമായ ചില ചട്ടക്കൂടുകൾ, കാഴ്ചപ്പാടുകൾ, അതിന് ദേശീയ പതാകകൾ, അതിൻ്റെ ചിഹ്നങ്ങൾ, അതിൻ്റെ ഭരണഘടനകൾ, ആ ഭരണഘടനകളെ മുന്നോട്ട് നയിക്കാൻ ജുഡീഷ്യറി സംവിധാനങ്ങൾ, പോലീസ് സംവിധാനങ്ങൾ, രാജ്യസംരക്ഷണ പട്ടാള സംവിധാനങ്ങൾ, ഇങ്ങനെ എല്ലാ സംവിധാനത്തിലും കൂടിയ സംവിധാനങ്ങളെയാണ് ആശയം എന്ന് പറയുന്നത്. അത് ജനാധിപത്യം എന്ന പേരായിരിക്കാം, ചിലയിടത്ത് വ്യക്തിപരമായ ഏകാധിപത്യ രാജ്യങ്ങളായിരിക്കാം. അപ്പോൾ ആശയങ്ങളെയും കർത്താവ് നവീകരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വസ്തുക്കളെ നവീകരിക്കുന്നത് എങ്ങനെയാണ്? അത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ അതിൻ്റെ ഒന്നാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 10-ാം തിരുവചനം. പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 10-ാം തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്: കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും, മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും, ഭൂമിയും അതിലുള്ള സമസ്ത വസ്തുക്കളും കത്തി നശിക്കും. അവിടെയാണ് വസ്തുക്കളുടെ രൂപാന്തരീകരണം അഥവാ സകലതും നവീകരിക്കുന്ന ആ വചനത്തിൻ്റെ അർത്ഥം വരുന്നത്. അത് എന്താണ്? അതിൻ്റെ മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞടങ്ങും എന്ന് പറയുമ്പോൾ മൂലപദാർത്ഥം എന്ന് പറയുന്നത് ആറ്റമാണെന്നും ആറ്റത്തിൻ്റെ ആണവ ബോംബ്, ആണവ സ്ഫോടനത്തിലൂടെ അപാരമായ ശക്തിയും ചൂടും ഭൂമിയിൽ വരുമെന്നും ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും കത്തി നശിക്കുമെന്നും കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ ഈ അപ്പസ്തോലന്മാർക്ക് പറഞ്ഞു കൊടുത്ത വചനമാണ് ഇത്. അപ്പോൾ ഇവിടെ ഒരു നവീകരണം വരുന്നുണ്ട്. അവിടെ ഒരു നവീകരണം, സകലതും നവീകരിക്കുക എന്ന് പറയുന്നതിനകത്തെ പ്രധാന നവീകരണം വരുന്നതാണ്. ഇതാ ഞാൻ സകലവും നവീകരിക്കുന്നു പറയുമ്പോൾ സകലതും എന്നത് വസ്തുക്കളെ ആസ്പദമാക്കിയും സകലവും എന്ന് പറയുന്നത് ആശയത്തെ ആസ്പദമാക്കിയുമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പല. അവിടെ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ വരും എന്ന ഒന്നാമത്തെ ചിന്തയിലേക്ക് നമ്മൾ വരണം. കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ വരിക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരിക എന്നും പ്രതീക്ഷിക്കാത്ത സമയത്ത് വരിക എന്നും മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾക്ക് അപ്പുറമാണ് ദൈവത്തിൻ്റെ ആഗമനമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ആണ് കർത്താവ് വചനം പറഞ്ഞത്. എന്നാൽ അവിടുത്തെ വസ്തുക്കളുടെ രൂപാന്തരീകരണം, വസ്തുക്കളുടെ നവീകരണം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും. അതിന് പറയുന്നു അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. അപ്പോൾ ആകാശം എന്ന് പറയുന്ന ആ സംഭവം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. അപ്പോൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ആകാശം ഇല്ലാതെ ആകുന്ന ഒരു സംഭവം. അപ്പോൾ ഒരു വസ്തു, ആകാശം എന്ന വസ്തു, ആ വസ്തു അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ പുതിയത് എന്തോ അവിടെ വരുന്നുണ്ട്. അതാണ് വെളിപാടിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നത്. വെളിപാടിന്റെ ഗ്രന്ഥത്തിൽ വരുമ്പോൾ എന്ത് വരും? നമ്മളിവിടെ കണ്ടത് എന്താണ്? വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നാണ്. അപ്പോൾ പഴയ ആകാശത്തിൽ നിന്നും മാറ്റപ്പെട്ട് പുതിയ ആകാശം സൃഷ്ടിക്കപ്പെടുമ്പോൾ അവിടെ വസ്തുക്കൾ നവീകരിക്കപ്പെടുന്നു, അഥവാ വസ്തുക്കളുടെ രൂപാന്തരീകരണം അവിടെ സംഭവിക്കുന്നു. ഇനി അതെങ്ങനെയാണെന്ന് നമുക്ക് കുറച്ചുകൂടെ പുറകോട്ട് മനസ്സിലാവും. മൂലപദാർത്ഥം എരിഞ്ഞു ചാമ്പലാവും. അപ്പോൾ ആറ്റം എന്ന വസ്തു തീയായിട്ട് മാറിക്കഴിയുമ്പോൾ ഭൂമിയിലെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന കല്ല്, മണ്ണ്, വായു, ജലം, അഗ്നി എന്നീ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ വസ്തുരൂപങ്ങൾ എല്ലാം എന്തായിട്ട് മാറും? നവീകരിക്കപ്പെട്ടതായിട്ട് മാറും. പുതിയ ആകാശത്തിലെയും പുതിയ ഭൂമിയിലെയും വസ്തുക്കളായിട്ട് വരും. മറ്റൊന്ന്, ഈ ഭൂമിയിലെ എല്ലാ വസ്തുക്കളും അപ്രത്യക്ഷമാവുകയും മറ്റു ചില വസ്തുക്കൾ പ്രത്യക്ഷമാവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാവും. അതുകൊണ്ടാണ് കർത്താവ് ഇത്ര നിഗൂഢമായിട്ട് അത് പറഞ്ഞിരിക്കുന്നത്. സമസ്തം അത്യശയും ഇവയെല്ലാം നശ്വരമാകിയാൽ, എന്നിട്ട് വീണ്ടും കർത്താവ് ആകാശം തീയിൽ വെന്തു നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആഗമന ദിവസത്തെ പ്രതീക്ഷിക്കുകയും ദുരിതപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ആകാശം തീയിൽ വെന്ത് നശിക്കുന്നു, ആ ഒരു വസ്തു അപ്രത്യക്ഷമാകുന്നു. മൂലപദാർത്ഥങ്ങൾ വെന്തുരുകയും ചെയ്യുന്നു. മൂലപദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് ആറ്റം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആറ്റത്തിന് സ്ഫോടനത്തിലുണ്ടാകുന്ന ആണവ സ്ഫോടനത്തിൻ്റെ അഗ്നിയാൽ ഇത് മുഴുവൻ വെന്തുരുകയും
നശിക്കുകയും ചെയ്യുന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് ഈ സംഭവം എൻ്റെ രീതിയിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടെ നിഗൂഢമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, അതും വചനത്തിൽ കൂടെ പോയി തന്നെ നമ്മൾ ഗ്രഹിച്ചാലേ ഒരു മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന്, അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ എന്ന് പറയുന്നത് പോലെയല്ല, ദൈവവചനത്തിൽ അന്തർലീനമായിരിക്കുന്ന വചനത്തിൻ്റെ ആസ്പദമാക്കി അതിൻ്റെ ഗ്രാഹ്യതയിലേക്ക് കടന്നു വരുമ്പോഴാണ് എപ്പോഴാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മൾ അറിയാൻ നമുക്ക് സാധിക്കുന്നത്. അങ്ങനെ ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ആത്മാവിനെ ഞാനൊന്ന് ദൃഢീകരിച്ചെടുക്കുന്നത്, പരിശുദ്ധീകരിച്ചെടുക്കുന്നത്, അഗ്നി കൊണ്ട് ശോധന ചെയ്തൊന്ന് ക്രമീകരിച്ചെടുക്കുന്നത്. എൻ്റെ ശരീരത്തിൽ അന്തർലീനമായിരിക്കുന്ന പൈശാചക്തികളെ, ആ ദുരാത്മാക്കളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞ് ഒരു പുതിയ സൃഷ്ടിയാകുവാൻ സാധിക്കുന്നത് ഇത്തരം നിഗൂഢ രഹസ്യങ്ങളെ മനസ്സിലാക്കും. അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 10-ാം അധ്യായം 9-ാം അധ്യായത്തിൻ്റെ 10-ാം തീയതി പറയുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജ്ഞാനം പരിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ കർത്താവ് ചെയ്തു. പരിശുദ്ധ സ്വർഗത്തിൽ നിന്ന്, സ്വർഗത്തിൻ്റെ സ്വർഗസിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു. ആ ജ്ഞാനം നമ്മളിൽ നിറയണമെങ്കിൽ എന്ത് നമ്മൾ ചെയ്യണം? ഇത്ര വചനത്തിൽ കൂടെ തന്നെ പോയി ജ്ഞാനത്തെ ആർജിക്കണം. ദൈവജ്ഞാനം കൊണ്ട് നിറയണം. അതായത് ഭൂമിയിലെ അറിവല്ല ഇനി നമുക്ക് ആവശ്യം. മറ്റൊന്ന്, ദൈവം എന്ന പരമസത്യത്തെ സ്വീകരിക്കുവാൻ, ദൈവം എന്ന പരമസത്തയിലേക്ക് നമ്മൾ എത്തിച്ചേരുവാൻ, അവിടെ ചെന്ന് ആയിത്തീരുവാൻ, ദൈവത്തോടൊപ്പമായിരിക്കുവാൻ വേണ്ടുന്ന ജ്ഞാനം എവിടെ നിന്ന് ആർജിക്കണം എന്ന് നമ്മൾ കണ്ടെത്തണം. അതിനാണ് വചനത്തിൽ കൂടെ തന്നെ പോകുന്നത്. അപ്പോൾ അത് എഴുതപ്പെട്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 21-ാം തിരുവചനത്തിലേക്ക് നമ്മൾ വരണം. ഇപ്പോൾ നമ്മൾ 3 വചനത്തിലൂടെ കടന്നത്. വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായത്തിലൂടെ നമ്മൾ പറഞ്ഞു, ഇതാ സകലവും നവീകരിക്കണം, സകലവും നവീകരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടുന്ന് നമ്മൾ 2 പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് വന്നപ്പോൾ എന്ത് കണ്ടു? മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞ് ചാമ്പലാകും, അത് നശിക്കുന്നു. അപ്പോൾ അവിടെ ചില വസ്തുക്കൾ അപ്രത്യക്ഷമാകുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കർത്താവ് റോമാക്കാർക്ക് നേരത്തെ പറയുമ്പോൾ, റോമാക്കാർക്ക് ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 21-ാം തിരുവചനത്തിൽ കർത്താവ് എഴുതി വെച്ചൊരു നിഗൂഢ വചനം നമ്മൾ മനസ്സിലാക്കണം. സൃഷ്ടി ജീർണതയുടെ അടിമത്തിൽ നിന്ന് മോചിതമാവുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. അതൊരു വചനമാണ്. അതൊന്നും ആർക്കൊന്നും പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റാതെ വായിച്ച് തള്ളിപ്പോയ വചനങ്ങളാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാർ വായിച്ചിട്ടുണ്ടാവും, പക്ഷെ അതിൻ്റെ അർത്ഥം നമുക്ക് സാഹചര്യം അനുസരിച്ച്, കാലഘട്ടങ്ങളനുസരിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട വചനം അന്ന് പന്തം പോലെ പ്രകാശിക്കുകയും അഗ്നി മിന്നൽ പോലെ പായുകയും ചെയ്യുന്നു എന്ന് കർത്താവ് സെഫാനയുടെ പുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത് മിസൈലിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ അത് ഒരു 200 വർഷങ്ങൾക്ക് അപ്പുറം നിന്ന് പറഞ്ഞാൽ അത് മിസൈലാണെന്ന് ആർക്കും മനസ്സിലാവുകയില്ല. അല്ലെങ്കിൽ യന്ത്രമുട്ടി കൊണ്ട് ഞാൻ ഇടിച്ചു തകർക്കും എന്ന യസകപ്രകാരം പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു യന്ത്രമുട്ടിയായ ഇന്നത്തെ ജെസിബിയും യുദ്ധ ടാങ്കുകളും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പറയുമ്പോൾ എന്താണ് യന്ത്രമുട്ടി നമുക്ക് മനസ്സിലാകില്ല. അതേപോലെ അതുപോലെ അയൺ ഡോമുകളെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട് യസകപ്രകാരം പുസ്തകത്തിൽ. അപ്പോൾ ഇത് കണ്ടുപിടിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവുകയില്ല. അപ്പോൾ എന്നതുപോലെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൃഷ്ടി ജീർണതയുടെ അടിമത്തിൽ നിന്ന് മോചിതമാവുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ വെളിപാട് ഗ്രന്ഥത്തിലെ 21-ാം അധ്യായത്തിലേക്ക് ചെന്ന് നമ്മൾ അവിടെ പിടിക്കണം. ആ വചനത്തെ നമ്മൾ കൈകളിൽ എടുക്കണം. എന്നിട്ട് നമ്മൾ അതിനെപ്പറ്റി പഠിക്കുമ്പോഴാണ് അടുത്ത വചനത്തിലേക്ക് പരിശുദ്ധാത്മ നമ്മൾ കൂട്ടിക്കൊണ്ടുപോകും. അവിടെ ഇതാ ഞാൻ സകലവും നവീകരിക്കുന്നു, സകലതും എന്നുകൂടി നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടി വരിക്കുന്നു. അതായത് വസ്തുക്കളും ആശയങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാവുകയും എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ എല്ലാ സൃഷ്ടവസ്തുക്കളും ഒരു നിശ്ചിത കാലഘട്ടം കഴിയുമ്പോൾ, അതായത് 1000 വർഷം 2000 വർഷം കഴിയുമ്പോൾ ചെയ്യുന്നതല്ല, മറിച്ച് യുഗം അവസാനിക്കുകയും ലോകം 5000-ഓ 10,000-ഓ അല്ല ആണവസ്ഫോടനത്തിൻ്റെ ചൂട് എത്രയോ ആ അഗ്നിയിൽ ചൂടാവുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ആ സംഭവത്തിൻ്റെ നിഗൂഢ സത്യമാണ് പ്രിയപ്പെട്ടവരെ, ആ ഒരു വസ്തു ആയിരുന്ന അവസ്ഥയിൽ നിന്നും ആ മറ്റൊരു വസ്തുവിലേക്ക് അത് മാറ്റപ്പെടുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ വസ്തു അപ്രത്യക്ഷമാവുകയും പിന്നീടൊരു വസ്തു വന്ന് നമ്മുടെ മുമ്പിൽ ആയിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ ഭൂമിയിലെ എല്ലാ വസ്തുക്കൾക്കും ജീർണതയുണ്ട്, അഥവാ അതിൻ്റെ മറ്റൊരർത്ഥമാണ് മരണം എന്ന് പറയുന്നത്. ജീർണത എന്ന് പറഞ്ഞാൽ മരണം. മനുഷ്യ ശരീരം ജീർണിച്ച് ഇല്ലാതായി എന്ന് പറഞ്ഞാൽ മരിച്ച വ്യക്തിയുടെ ശരീരം ജീർണിച്ച് അപ്രത്യക്ഷമായതിനർത്ഥം. അപ്പം മരണം അതിനെ ഗ്രസിച്ച്, മരണം അതിനെ നശിപ്പിച്ച്, മരണം അതിനെ ശരീരത്തെ പൊട്ടിച്ച് ചാമ്പലാക്കി മണ്ണാക്കി മണ്ണോട് മണ്ണാക്കി മാറ്റുന്ന പ്രവൃത്തിയാണ് ജീർണത.
അപ്പോൾ ഭൂമിയിലെ സകല സൃഷ്ടികൾക്കും ജീർണതയുണ്ട് എന്ന് കർത്താവ് തൻ്റെ റോമാക്കാർക്ക് ദൈവത്തെ പരിശുദ്ധാത്മ എഴുതി വെച്ചപ്പോൾ അത് വെളിപാടിലേക്ക് വന്നപ്പോൾ കർത്താവ് പറയാണ്, ഇവിടെ മറ്റൊരു സംഭവം നടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. സൃഷ്ടി ജീർണത അടിമത്തിൽ മോചിതമാവുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. അപ്പോൾ ഒന്നിൽ ജീർണതയും മരണവുമാണ് ഉള്ളതെങ്കിൽ അത് എടുത്തു മാറ്റപ്പെടുമ്പോൾ എത്തിപ്പെടുന്നത് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കാണ്. ആ ദൈവമക്കളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ശരിക്കും ചിന്തിക്കുമ്പോൾ സ്വർഗീയ ജീവിതം അഥവാ സ്വർഗത്തിൻ്റെ ഉള്ളറകളിൽ ഒരു മനുഷ്യ ശരീരം എപ്രകാരമായിരിക്കണമോ, എങ്ങനെ അത് മരണത്തെ അതിജീവിച്ച് അവിടെ എത്തുന്നുവോ, എങ്ങനെ മരണത്തിന് സ്വാധീനമില്ലാത്തൊരു തലത്തിലേക്ക് മനുഷ്യ ശരീരം എത്തപ്പെടുന്നുവോ, അങ്ങനെ ദൈവത്തിന് മരണമില്ല. ദൈവം മരണം സൃഷ്ടിച്ചിട്ടുമില്ല. അപ്പോൾ മരണമില്ലാത്ത ദൈവത്തിൻ്റെ മക്കളായ ദൈവത്തിൻ്റെ മക്കളുടെ ആ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നതിനെയാണ് കർത്താവ് പറയുന്നത് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. പക്ഷെ ഈ സ്വാതന്ത്ര്യം മനുഷ്യന് മാത്രമല്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ നിഗൂഢ രഹസ്യങ്ങളെ നമ്മൾ ഒന്നും കൂടെ തപ്പി ദൂരോട്ട് പോകുന്നത്. ആ വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്കത്, പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ സ്വർഗത്തിനൊരു പ്രത്യേകത ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമോ എന്ന് എനിക്കറിയില്ല. അതായത് സ്വർഗത്തിൽ കർത്താവ് പറയുകയാണ്, ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിച്ച് നമ്മൾ മരണമില്ലായ്മയിലേക്ക് എത്തി മരണമില്ലാത്തൊരു പ്രത്യേക അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്നു. അങ്ങനെ നമ്മൾ മാറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് മനുഷ്യ ശരീരത്തിന് മാറ്റമുണ്ടെന്ന് നിത്യജീവൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കർത്താവ് പറയാണ്, ഇത് മനുഷ്യ ശരീരത്തിന് മാത്രമല്ല, അത് നിത്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം ദൈവമക്കളുടെ സ്വാതന്ത്ര്യം സകല സൃഷ്ടികൾക്കുമുണ്ടെന്നാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? കല്ലുകൾക്ക് നിത്യജീവനുണ്ടോ എന്ന് നമുക്കൊരു ചോദ്യം ചോദിക്കാം. ഭൂമിയിൽ എത്രയോ ഇനം കല്ലുകളുണ്ട്. ഭൂമിയിൽ നമുക്കറിയാം എത്രയോ സൈസ് കല്ലുകൾ ലോകത്തിൻ്റെ ഓരോ രാഷ്ട്രങ്ങളിലും ഓരോ രാജ്യത്തും അതിൻ്റെതായ കല്ലുകളുണ്ട്. എന്നാൽ ഈ കല്ലുകൾക്ക് ലോകത്തിലൊരു 10,000 ഇനത്തിൽപ്പെട്ട കല്ലുകളുണ്ടെന്ന് വിചാരിക്കുക. ആ എല്ലാ കല്ലുകളും കൂടിയിട്ട് 12 കല്ലുകളായിട്ട് മാറുന്നൊരു സംഭവം നടക്കുന്നുണ്ട്. എല്ലാ കല്ലുകളും 12 ഇനം കല്ലുകളായിട്ട് മാറ്റപ്പെടുന്നു. അത് എങ്ങനെയാണ് മാറ്റപ്പെടുന്നത്? ഈ പത്രോസ്ലിയുടെ ലേഖനത്തിൽ എഴുതിപ്പെട്ടതുപോലെ ഭൂമിയിലെ സമസ്ത വസ്തുക്കളും കത്തിച്ചാമ്പലാവുകയും ഭൂമി തീ കൊണ്ട് മൂടപ്പെടുകയും ചെയ്യുമ്പോൾ ഈ വസ്തുക്കളൊക്കെ ഒറ്റ സെക്കൻഡിൽ മറ്റു ചില വസ്തുക്കളായിട്ട് രൂപാന്തരപ്പെടും. അതുകൊണ്ടാണ് കല്ലുകൾ എന്തായിട്ട് മാറുമെന്നാണ് വിശുദ്ധഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് 12 ഇനം കല്ലുകൾ, ലോകത്തിലെ മൊത്തം കല്ലുകൾ 12 ഇനം കല്ലുകൾ 12 ഇനം വസ്തുക്കളായിട്ട് മാറും. അതിൽ ഒന്നാമത്തെ വസ്തുവാണ് സൂര്യകാന്തം. അതിന് നമ്മൾ പറയുന്ന പേരാണ് രത്നങ്ങൾ. രത്നക്കല്ലുകൾ, വജ്രക്കല്ലുകൾ, പവിഴക്കല്ലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ കല്ലുകൾ എന്ന ഇനത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് രത്നങ്ങൾ. അപ്പോൾ എല്ലാ കല്ലുകളുടെയും പ്രാതിനിധ്യമുള്ള 12 കല്ലുകളായിട്ട് കർത്താവ് രൂപാന്തരപ്പെടുന്നു. അതാണ് സൃഷ്ടി ജീർണതയുടെ അടിമത്തിൽ നിന്ന് മോചിതമാവുക എന്ന് പറഞ്ഞാൽ രത്നങ്ങൾ ഒരിക്കലും നശിക്കാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നു. 1 സൂര്യകാന്തം, 2 ഇന്ദ്രനീലം, 3 വൈഡൂര്യം, മരതകം, ഗോമേതകം, മാണിക്യം, ചന്ദ്രകാന്തം, പത്മരാഗം, പുഷ്ടിരാഗം, പവിഴം, വജ്രം, സൗഗന്ധികം. ഇങ്ങനെ 12 കല്ലുകളായിട്ട് മാറ്റപ്പെടുന്നു. അപ്പോൾ കല്ലുകളെ സംബന്ധിച്ച കാര്യം അങ്ങനെയാണ്. ഇനി നമുക്ക് ചിന്തിക്കാം മണ്ണാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മണ്ണിൽ നിന്നാണ് മനുഷ്യ ശരീരം ഉണ്ടായതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. കർത്താവ് അത് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുന്നു, മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ ആത്മാവ് നിത്യത്തിലേക്ക് പ്രവഹിക്കുന്നു, ശരീരം മണ്ണിലടിയുന്നു. അപ്പോൾ മണ്ണുകളെല്ലാം മണ്ണിൻ്റെ പ്രാതിനിധ്യമുള്ള, മണ്ണിന് പകരമായിട്ട് മണ്ണ് 10,000 50,000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടാകുമ്പോൾ കല്ലുകൾ രത്നങ്ങളായിട്ട് മാറുമ്പോൾ മണ്ണുകളെല്ലാം എന്തായിട്ട് മാറും? ആത്മാക്കളായിട്ട് മാറും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കർത്താവിൻ്റെ വരവിൽ ഭൂമി ഉരുകുമെന്നും സൂര്യൻ അപ്രത്യക്ഷമായിക്കൊണ്ട് ആകാശം അപ്രത്യക്ഷമായിക്കൊണ്ട് ഉണ്ടാകുന്ന സമയത്ത് മണ്ണിൽ നടക്കുന്ന ഒരു രൂപാന്തരീകരണം, മണ്ണ് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ അത് മുഴുവൻ ആത്മാക്കളായിട്ട് മാറും. ആത്മാവായിട്ട് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ട് മനുഷ്യ ശരീരം ആത്മാവിൻ്റെ രൂപം പ്രാപിച്ച് സ്വർഗത്തിലേക്ക് മാറ്റപ്പെടും. അത് അങ്ങനെ നവീകരിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞാൽ ഞാൻ സകലവും നവീകരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം. നമ്മൾ പിന്നെ കാണുന്നത് എന്താണ്? ജലം. നമുക്കറിയാം ജലം ഭൂമിയിൽ ജലമുണ്ട്. എന്നാൽ സ്വർഗത്തിൽ ജലമുണ്ടോ എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ജലത്തിന് രൂപാന്തരപ്പെട്ട ദൈവമക്കളുടെ സ്വാതന്ത്ര്യം ജലത്തിന് കിട്ടണമല്ലോ. അപ്പോൾ ജലം എന്തായിട്ട് മാറുമെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്, ജലം ബാഷ്പീകരിച്ച് വരുമ്പോൾ നീരാവിയായിട്ട് മാറും. നീരാവി എന്തായിട്ട് മാറും? മേഘമായിട്ട് മാറും. മേഘം പിന്നെ എന്തായിട്ട് മാറും? നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജുള്ള മേഘങ്ങളായിട്ട് രൂപാന്തരപ്പെട്ട് അതിൽ നിന്ന് പിന്നെ എന്തുണ്ടാവും? മിന്നൽ പിണരുണ്ടാവും. മിന്നൽ പിണരിൽ നിന്ന് മറ്റൊന്നുണ്ടാവും, ശബ്ദമുണ്ടാവും, വെളിച്ചമുണ്ടാവും, അഗ്നി ഉണ്ടാവും.
അപ്പോൾ 6 ഇനം വസ്തുക്കൾ 7ാമത്തെ ഘട്ടത്തിലേക്ക് ജലം മാറ്റപ്പെടുമ്പോൾ അത് വെളിച്ചമായും ശബ്ദമായും അഗ്നിയായിട്ടും മാറും. അപ്പം ഭൂമിയിലെ മുഴുവൻ ജലവും എന്തായിട്ട് മാറും? സ്വർഗത്തിൽ അത് മിന്നൽ പിണര് പോലെ, മിന്നൽ പിണരുകളും സ്വർഗത്തിൽ ഉണ്ട് എന്ന് വിശുദ്ധ വെളിപാടിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പം ജലം എന്തായിട്ട് മാറും? മിന്നൽ പിണരായിട്ടും വെളിച്ചമായിട്ടും മാറും. പിന്നെയുള്ള വായു എന്തായിട്ട് മാറുമെന്നാണ് വെളിപാടിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് മുഴുവൻ, ഭൂമിയിലെ മുഴുവൻ വായുവിൻ്റെയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിച്ച് നവീകരിക്കപ്പെടുമ്പോൾ അത് മുഴുവൻ മഴവില്ലായിട്ട് മാറും. വായുവിനെ നമുക്ക് കാണാൻ പറ്റുകയില്ല, എന്നാൽ മഴവില്ലെ നമുക്ക് കാണാൻ പറ്റും. അപ്പം വായുവിൻ്റെ അഗ്നിരൂപത്തിലുള്ള ദൃശ്യവസ്തുവാണ് മഴവില്ല്. ഭൂമിയിലെ മഴവില്ല് മാഞ്ഞു പോകും, എന്നാൽ സ്വർഗത്തിൽ മഴവില്ലുണ്ടെന്നും അതൊരിക്കലും മാറ്റപ്പെടുകയില്ലെന്നും അത് എന്നേക്കുമായിട്ട് നിത്യമഴവില്ലായിട്ട് വായു രൂപാന്തരപ്പെട്ട ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിച്ച് അടിമത്വത്തിനും ജീർണതയിൽ നിന്നും മോചിക്കപ്പെട്ട് സ്വർഗത്തെത്തുമ്പോൾ അത് മഴവില്ലായിട്ട് മാറുമെന്നും കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. മറ്റൊന്നാണ് അഗ്നി. ഭൂമിയിൽ എന്തെല്ലാം വിധത്തിലുള്ള അഗ്നികളുണ്ട്. ഈ എല്ലാ അഗ്നികളും സ്വർഗത്തിൽ 7 തീപ്പന്തങ്ങളുണ്ടെന്നാണ് പറയുന്നത്. 7 ആത്മാക്കളുടെ ശരീരരൂപവും അതിൻ്റെ ചലനരൂപവും അഗ്നിരൂപവുമാണ് ഭൂമിയിലെ അഗ്നി. ഭൂമിയിലെ അഗ്നിയുടെ എല്ലാ രൂപാന്തരങ്ങളും, ഭൂമിയിലെ അഗ്നികളെല്ലാം അണഞ്ഞു പോയാലും അത് സ്വർഗത്തിൽ 7 തീപ്പന്തങ്ങളായിട്ട്, എന്നേക്കും എരിയുന്ന തീപ്പന്തങ്ങളായിട്ട് സ്വർഗത്തിലുണ്ടെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, നമ്മൾ അഗ്നി കണ്ടു, നമ്മൾ മഴവില്ല് കണ്ടു, വെള്ളം കണ്ടു, ഇതൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണാത്ത എന്താണ്? മറ്റു ചിലത്. അപ്പോൾ നമുക്കറിയാം അഗ്നി കൊണ്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ കല്ല്, മണ്ണ്, വായു, ജലം, അഗ്നിയെ പറ്റിയും പറഞ്ഞു. ഇതെല്ലാം നമ്മൾ കണ്ടുകഴിഞ്ഞു. എന്നാൽ ഇതിനപ്പുറത്തേക്ക് ചില ഘടകങ്ങളെ കൂടി കർത്താവ് എടുത്തുകൊണ്ട് നിത്യത കൊടുക്കുന്നുണ്ട്. അതിലൊന്നാണ് സ്വർണം എന്ന വസ്തു സ്വർഗത്തിൻ്റെ തെരുവീതികൾ മുഴുവനും സ്വർണം പാകിയതാണെന്നും സ്വർണത്താൽ അധിഷ്ഠിതമാണെന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്വർണത്തെ, ഭൂമിയിൽ ഉള്ള സ്വർണത്തെ ദൈവം അതിന് ഭൂമിയിലെ സ്വർണം തീയിൽ നശിച്ചു പോവുകയോ ഇല്ലാണ്ടാവുകയോ ചെയ്താലും സ്വർഗത്തിലെത്തപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഘട്ടം കൂടെ പിന്നിട്ട് അതിനെ നവീകരിക്കുമ്പോൾ എന്തായി മാറും? തങ്കമായിട്ട് മാറും. അപ്പം അച്ച സ്ഫടിക തുല്യമായ തനി തങ്കമായിരുന്നു എന്ന് സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. സ്വർഗത്തെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന വചനം ഞാൻ കാണിച്ചു തരാം. വചനരൂപം ഇതെല്ലാം എൻ്റെ വ്യാഖ്യാനമാണ് ആദ്യം പറയുന്നത്, അതിനുശേഷം വചനരൂപത്തിലേക്ക് നമ്മൾ കടന്നില്ലും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. പിന്നെ പ്രിയപ്പെട്ടവരെ, ഈ ജലത്തിന് തന്നെ വേറൊരു പ്രത്യേകതയുണ്ട്. ജലം ഐസായാൽ അതിനുള്ള പളുങ്ക് സ്വഭാവമുണ്ട്. സ്ഫടികം പോലെ ഇരിക്കും. ആ സ്ഫടികം പോലെ ഇരിക്കുന്ന വസ്തുവിനെ കർത്താവ് ഭൂമിയിൽ അതിനെ മറ്റൊരു രീതിയിലേക്ക് മാറ്റപ്പെടുമ്പോൾ എന്തു സംഭവിക്കുന്നത്? നൈർമല്യമുള്ള ജനം. കർത്താവ് പറയുന്നത് സ്വർഗത്തിൽ ഒരു പളുങ്ക് കടൽ പോലെ ഒരു ജനത്തെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ പളുങ്ക് പോലെ, സ്ഫടികം പോലെ സ്പഷ്ടമായ വിശുദ്ധമായ ഒരു ജനസമൂഹത്തെ, ഭൂമിയിലെ അശുദ്ധി കലർന്ന ജനത്തെ, അതിൽ നിന്നും കർത്താവിൻ്റെ നാമത്തിൽ വിശുദ്ധി പ്രാപിച്ച് മാനസാന്തരപ്പെട്ട് പരിശുദ്ധി നിറഞ്ഞ് വെളിപാട് ഗ്രന്ഥത്തിൽ പറഞ്ഞ പോലെ ഒരുങ്ങി നിത്യത്തിലേക്ക് എടുക്കപ്പെടുന്ന വ്യക്തികൾ അവിടെ എന്തായിട്ട് മാറും? സ്ഫടിക തുല്യമായ നൈർമല്യമുള്ള ഒരു ജനമായിട്ട് മാറും. ആ സ്ഫടികത്തെ സ്വർഗത്തിലെ ജനത്തോട് കർത്താവ് ഉമ്മിക്കുമ്പോൾ ഈ ഭൂമിയിലെ സ്ഫടികം പോലെ നൈർമല്യമുള്ള ഒരു ജനത്തിൻ്റെ കൂട്ടമായിട്ട്, നൈർമല്യമുള്ള വിശുദ്ധിയുള്ള ഒരു ജനസമൂഹമായിട്ട് കർത്താവ് രൂപാന്തരപ്പെടുത്തുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമുക്കറിയാം, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അഗ്നി, തങ്കം, സ്വർണം, മഴവില്ല്, രത്നം, മിന്നൽ പിണര്, അത് നമ്മൾ കണ്ടു. തീപ്പന്തം, അഗ്നി എന്താണ് നമ്മൾ കണ്ടു. പളുങ്ക്, എന്താണ് പളുങ്ക്? ആ പളുങ്ക് ഭൂമിയിലെ സകല സ്ഫടികത്തിൻ്റെയും സകല ഐസിൻ്റെയും അല്ലെങ്കിൽ ഗ്ലാസ് ഉരുക്കിയാണ്, അല്ലെങ്കിൽ മണലുരുക്കിയാണ് ഗ്ലാസ് ഉണ്ടാക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കറിയാം മണലിനെ ശക്തമായി ഉരുക്കുമ്പോഴാണ് ഗ്ലാസ് നിർമ്മിക്കാൻ ആവശ്യമായ വസ്തു കിട്ടുന്നത്. അങ്ങനെ ആ ഗ്ലാസ്, നമ്മൾ വെള്ളമൊക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് എത്രയോ നിർമ്മലമാണ്. അതിൻ്റെ അപ്പുറം ഇപ്പുറം നമുക്ക് കാണാവുന്ന പോലെ അത്ര നൈർമല്യമായ പളുങ്ക് പോലെ ആയിരിക്കുന്ന വസ്തു. മറ്റൊന്നാണ് ഇടിമുഴക്കം എപ്പോഴാണ് സംഭവിക്കുന്നത്? നമുക്കറിയാം ഭൂമിയിലെ ഇടിമുഴക്കം നിന്നുപോകും, പെട്ടെന്ന് മാറിപ്പോകും. എന്നാൽ സ്വർഗത്തിൽ എപ്പോഴും ഇടിമുഴക്കമുണ്ട്. ഭൂമിയിലെ ഇടിമുഴക്കത്തിൻ്റെ സ്വർഗീയ ശബ്ദമാണ് അവിടെ ഹല്ലേലൂയ എന്ന ശബ്ദം. ഇടിമുഴക്കം പോലെ, പെരുവെള്ളത്തിൻ്റെ ഇരമ്പൽ പോലെ ഒരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് ഞാൻ കേട്ടുവെന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ സകലവും എന്ന് പറയുമ്പോൾ സമസ്ത വസ്തുക്കളെയും ഉദ്ദേശിച്ചു, ആശയങ്ങളെയും ഉദ്ദേശിച്ചു. ഇനി മറ്റൊന്ന് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഭൂമിയിലെ
രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഭൂമിയിലെ ദൈവത്തിൻ്റെ ഭൂമിയിലെ മനുഷ്യൻ്റെ പ്രവൃത്തികൾ എല്ലാം രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ നമുക്കറിയാം. അതാണ് ആശയങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞു വരുന്നു. എന്നാൽ സ്വർഗത്തിലെത്തുമ്പോൾ ഈ ഭൂമിയിലെ എല്ലാ ആശയങ്ങളും അവിടെ എന്ത് സഭയായിട്ട് മാറും? സ്വർഗസഭയായിട്ട് മാറും. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം പാർലമെൻറ്റുകൾ, പട്ടാളം എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഭരണസമിതി, ഒരു പാർലമെൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ പട്ടാള നേതൃത്വം, അതിൻ്റെ മന്ത്രിമാർ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു സമിതി ഉണ്ട്. എന്നതുപോലെ സ്വർഗത്തിൽ സ്വർഗസഭയുണ്ടെന്നും പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും ത്രിയേക ദൈവം അതുമുണ്ട്, ഏകദൈവമായ യേശു ക്രിസ്തുവുമുണ്ട്, ത്രിത്വമായ ദൈവവും സ്വർഗത്തിലുണ്ടെന്ന് കർത്താവ് വെളിപാട് ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് നിങ്ങൾ പറയുന്നത്. അപ്പോൾ കർത്താവ് വെളിപാട് ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഇതാ ഞാൻ സകലവും നവീകരിക്കുന്നു പറയുമ്പോൾ സകല വസ്തുക്കളെയും നവീകരിക്കുന്നു, സകല ആശയങ്ങളെയും നവീകരിക്കുന്നു. അതിൻ്റെ എല്ലാം നശിച്ചു പോകാത്ത സൃഷ്ടി ജീർണതയുടെ അടിമത്തിൽ നിന്ന് മോചിതമാവുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യുന്ന വചനത്തിലേക്ക് വരുമ്പോൾ എന്തു സംഭവിക്കും? പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ വസ്തുക്കളെല്ലാം ഇതുപോലെ രൂപാന്തരപ്പെടുമെന്നും ആശയങ്ങളെല്ലാം സ്വർഗത്തിലെ നിത്യസഭ, നിത്യജീവൻ്റെ വസ്തുക്കളായിട്ട് മാറുമെന്നും എഴുതി വെച്ചിരിക്കുന്ന വചനരൂപത്തെ കൂടെ നമ്മൾ ഇനി ഒന്ന് കാണണം. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കും സ്വാഭാവികമായിട്ടും ഇതെല്ലാം ഒരു കാഴ്ചപ്പാടിൽ വ്യാഖ്യാന അർത്ഥത്തിൽ ബ്രദർ പറഞ്ഞതാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ്, ഒരു പുള്ളിയുടെ ഒരു വ്യാഖ്യാനം ആണ് നമ്മളെ കേട്ടത്, നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. അതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട വചനത്തിൻ്റെ അർത്ഥത്തെ ഞാൻ ആദ്യം നിങ്ങൾ പറയുകയാണ്. കാരണം ഇതെല്ലാം ഗ്രഹിച്ചേ പറ്റൂ. ഇത് ഗ്രഹിക്കാതെ പോയാൽ എന്ത് സംഭവിക്കുന്നുള്ളത് കൂടെ ഞാൻ നിങ്ങൾ പറഞ്ഞുതരാം. കാരണം പ്രിയപ്പെട്ടവരെ, കർത്താവ് എഴുതി വെച്ച വചനം നമ്മൾ മനസ്സിലാക്കണം. വെളിപാടിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനം മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ സ്വർഗദർശനം എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ കർത്താവ് പറയുകയാണ്, ഇതാ സ്വർഗത്തിലൊരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു. അതായത് സിംഹാസനത്തിൽ രാജാവ് ഇരിക്കുന്നു, ചുറ്റും ജനങ്ങൾ. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു, സിംഹാസനസ്ഥൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയും ആയിരിക്കുന്നു. സിംഹാസനത്തിന് ചുറ്റും മരതകം പോലുള്ള ഒരു മഴവില്ലും കാണപ്പെട്ടു. അപ്പോൾ ഭൂമിയിലെ അവിടെ മുതൽ നമ്മൾ തുടങ്ങണം. ഭൂമിയിൽ മഴവില്ലുണ്ടായിരുന്നു, ഭൂമിയിൽ വായു ഉണ്ടായിരുന്നു, വായുവിൽ വല്ലപ്പോഴും കാണുന്നൊരു മഴവില്ലുണ്ടായിരുന്നു. അപ്പോൾ സ്വർഗത്തിൽ എന്തായി? ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിച്ച നശിക്കാത്ത നവീകരിക്കപ്പെട്ട വസ്തുവായി എന്താ മാറി? സിംഹാസനത്തിന് ചുറ്റും മരതകം പോലെ ഒരു മഴവില്ലും ഉണ്ടായിരുന്നു, ഒരു പച്ച കളറോട് കൂടിയ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഹരിത അവസ്ഥ, സ്വർഗത്തിലൊരു പച്ച കളറ്, സ്വർഗത്തിലൊരു കണ്ണിന് കുളിർമയേകുന്ന ഒരു പച്ച നിറം ഉണ്ടാകുന്നതിന് വേണ്ടി കർത്താവ് മരതകം പോലെ, പച്ച പോലെ, മരതകം പോലെയുള്ള ഒരു മഴവില്ലും കാണപ്പെട്ടു. അപ്പോൾ സ്വർഗത്തിൽ നിത്യമായ ഒരു മഴവില്ലുണ്ട് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. വായു രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ അത് മഴവില്ലായിട്ട് മാറി ഞാൻ പറഞ്ഞു. ഇതിങ്ങനെ ഓരോന്ന് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. കാണപ്പെട്ടു. ആ സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനങ്ങൾ. അപ്പോൾ ഒരു സിംഹാസനത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇരിക്കുമ്പോൾ ചുറ്റും എന്താണ്? 24 സിംഹാസനങ്ങൾ വേറെയുണ്ട്. അപ്പോൾ നടുക്കിരിക്കുന്ന പാർലമെൻറ്റിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഭരണാധിപൻ ഇരിക്കുന്ന പോലെ കർത്താവ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇരിക്കുമ്പോൾ ചുറ്റും 24 സിംഹാസനങ്ങൾ. അതാണ് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുടെ രാജാക്കന്മാർ, അത് 12 ഗോത്രങ്ങളുടെ തലവന്മാരും 12 അപ്പസ്തോലന്മാരും. പ്രിയപ്പെട്ടവരെ, അതുകൂടി നമ്മൾ അവസരം. അവയിൽ ധവള വസ്ത്രധാരികളായ 24 ശ്രേഷ്ഠന്മാർ. അവയിൽ ധവള വസ്ത്രധാരികളായ ഈ 24 ശ്രേഷ്ഠന്മാർ വെള്ള വസ്ത്രം ധരിച്ചവരാണ്. അപ്പോൾ വെള്ള കളറ് ഭൂമിയിലെ എല്ലാ കളറുടെയും പ്രാതിനിധ്യമായിട്ട് അവിടെ ഒരു ധവള വസ്ത്രം, വെള്ള വസ്ത്രം അവിടെ വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവരുടെ ശിരസിൽ സ്വർണ്ണ കിരീടങ്ങൾ. അപ്പോൾ ഭൂമിയിലെ സ്വർണം നശിച്ചു പോകുന്ന സ്വർണ്ണമാണെങ്കിൽ അതവിടെ നിത്യത പ്രാപിച്ച സ്വർണം, അവരുടെ കിരീടങ്ങളിൽ സ്വർണ്ണ കിരീടങ്ങൾ. അപ്പോൾ സ്വർണത്തിൻ്റെ ഭൂമിയിലെ സ്വർണത്തിൻ്റെ നശിച്ചു പോകാത്ത നിത്യത പ്രാപിച്ച നവീകരിക്കപ്പെട്ട സ്വർണം സ്വർഗത്തിലുണ്ട്. അവരുടെ ശിരസിൽ സ്വർണ്ണ കിരീടങ്ങൾ. സിംഹാസനത്തിൽ നിന്നും മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നു. അപ്പോൾ ജലം, അതിൻ്റെ ഭൂമിയിലെ ജലത്തിൽ നിന്നാണ് ആവിയായിട്ട് മേഘമായിട്ട് ആകാശത്തിലേക്ക് വരുന്നത്. ഭൂമിയിലെ ഇടിമുഴക്കവും മിന്നൽ പിണരും നശിച്ചു പോകും. ഭൂമി നശിക്കുന്നതോടുകൂടി ഇടിമുഴക്കവും മിന്നൽ പിണരും മേഘങ്ങളും എന്നേക്കുമായിട്ട് ഇല്ലാതാവുകയും പുതിയ ആകാശവും പുതിയ ഭൂമിയും വരികയും ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ട്? നിത്യമായ ഇടിമുഴക്കവും നിത്യമായ മിന്നൽ പിണരുകളും നിത്യമായ ഇടിമുഴക്കങ്ങളും മിന്നൽ പിണർ ശബ്ദങ്ങളും ഉണ്ട്. അത് നിത്യമായ ഒരു സന്തോഷത്തിൻ്റെ, നിത്യമായ ആനന്ദത്തിൻ്റെ ഇടിമുഴക്കം, നിത്യമായ കോലാഹലങ്ങളല്ല, ശബ്ദമുഴക്കം. അത് ഹല്ലേലൂയ എന്നാണെന്ന് അടുത്ത ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്.
അപ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ നിത്യത പ്രാപിച്ച ശബ്ദവും നിത്യത പ്രാപിച്ച ഇടിമുഴക്കവും നിത്യത പ്രാപിച്ച മിന്നൽ പിണരുകളും അവിടുന്ന് പുറപ്പെടുന്നു. സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിക്കുന്ന 7 തീപ്പന്തങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു, ഭൂമിയിൽ എന്തെല്ലാം അഗ്നികളുണ്ട്. ചിരട്ട കത്തിക്കുമ്പോൾ, വിറക് കത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ പടക്കം പൊട്ടുമ്പോൾ, വെടി പൊട്ടുമ്പോൾ, ബോംബ് വീഴുമ്പോൾ എല്ലാം വിവിധ രീതിയിലുള്ള അഗ്നികളുണ്ട്. അതെല്ലാം എന്നേക്കുമായിട്ട് നശിച്ചു പോയിക്കൊണ്ട് സ്വർഗത്തിൽ 7 തീപ്പന്തങ്ങളായിട്ട് ഈ അഗ്നി അവിടെ എന്നും കെടാതെ നിൽക്കുന്ന ഒരു അഗ്നി അവിടെ വരും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. ഇവ ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. അപ്പോൾ ആത്മാവിൻ്റെ ശരീരരൂപമാണ് ഭൂമിയിലെ മനുഷ്യ ശരീരം. ഭൂമിയിലെ മനുഷ്യ ശരീരത്തിൻ്റെ ആത്മരൂപമാണ് 7 ആത്മാക്കൾ. ഈ 7 ആത്മാക്കൾ 7 സഭയുടെ ആത്മാക്കളാണ്. 7 സഭയുടെ ആത്മാക്കളാണ് ലോകത്തിൽ ദൈവത്തെ പരിചയപ്പെടുത്തുന്നതും ദൈവത്തെ കൊടുക്കുന്നതും. അതാണ് കൂദാശകൾ, ആരാധനകൾ, വചനങ്ങളെല്ലാം ഈ ആത്മാവിൽ നിന്നാണ് ലഭിക്കുന്നത്. നിത്യമായ ആത്മാവിൻ്റെ തീപ്പന്തങ്ങളായിട്ട് 7 ആത്മാക്കൾ സ്വർഗത്തിൽ നശിച്ചു പോകാതെ എന്നേക്കുമായി നിലനിൽക്കും തീപ്പന്തങ്ങൾ. ഇവ ദൈവത്തിൻ്റെ സപ്താത്മാക്കൾ. സിംഹാസനത്തിന് മുമ്പിൽ ഒരു പളുങ്ക് കടൽ. പ്രിയപ്പെട്ടവരെ, ഞാൻ മുമ്പ് പറഞ്ഞു, വെള്ളത്തിന് വിവിധമുണ്ട്. ഒറിജിനൽ വെള്ളം എന്തായി? ആവിയായി, നീരായി, മിന്നപ്പുടരായി നിത്യത പ്രാപിച്ചു. പക്ഷേ ക്രിസ്റ്റൽ രൂപത്തിലുള്ള ജലം അതിൻ്റെ സ്ഫടികം പോലെയുള്ള അവസ്ഥയിലേക്ക് വരുന്നാൽ പളുങ്ക് പോലെ, നമുക്കറിയാം ഹിമാലയ പർവ്വതത്തിലൊക്കെ ഇങ്ങനെ തിളങ്ങുന്ന കണ്ണാടി ചില്ല്, പ്രകാശം തട്ടി തിളങ്ങുമ്പോൾ കണ്ണാടി ചില്ലിൽ തട്ടി തിളങ്ങുന്നത് പോലെയാണ് ഹിമാലയ പർവ്വതത്തിലെ ഐസ് കട്ടകളിൽ സൂര്യപ്രകാശം തട്ടി ശോഭിക്കുന്നത്. അത്ര സ്ഫടികം പോലെ നിൽക്കുന്ന ആ വസ്തുക്കൾ സ്വർഗത്തിലെത്തുമ്പോൾ എന്തായിട്ട് മാറി? അത് സിംഹാസനത്തിന് മുമ്പിൽ ഒരു പളുങ്ക് കടൽ. ആ പളുങ്ക് കടൽ ആരാണ്? സിംഹാസനത്തിന് മുമ്പിൽ ഒരു പളുങ്ക്. ആ പളുങ്ക് കടലാണ് അതിൻ്റെ താഴെ വരുമ്പോൾ സിംഹാസനത്തിലും മധ്യത്തിലും ചുറ്റിലും 4 ജീവികൾ, അവയ്ക്ക് മുമ്പിലും പിമ്പിലും രണ്ടാമത്തെ കാളയെ പോലെ, മൂന്നാമത്തേത് മനുഷ്യനത് പോലുള്ള 4 ജീവി. ആ പളുങ്ക് കടലാണ് ജനസമൂഹം. വിശുദ്ധി പ്രാപിച്ചൊരു ജനം, പരിശുദ്ധി പ്രാപിച്ചൊരു ജനം, ഒരു ജനക്കൂട്ടം. വിശുദ്ധി പ്രാപിച്ച ജനത്തിൻ്റെ ഒരു കൂട്ടത്തെ പളുങ്ക് കടൽ പോലെ ആണെന്ന് കർത്താവ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ 8 വസ്തുക്കളാൽ, ഇത് കണക്ക് കൂട്ടുമ്പോൾ നമുക്കിതിനകത്ത് 9 വസ്തുക്കളാൽ, നവവസ്തുക്കളാൽ നിർമ്മിതമാണ് സ്വർഗം എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഭൂമിയിലെ വസ്തുക്കൾ എല്ലാം സ്വർഗത്തിൽ ജീർണതയുടെ അടിമത്തിൽ നിന്ന് മോചനം പ്രാപിച്ച, അതായത് സൃഷ്ടി ജീർണതയുടെ അടിമത്തിൽ നിന്ന് മോചനം പ്രാപിക്കുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യുമ്പോൾ 8 വസ്തുക്കൾ അല്ല 9 വസ്തുക്കൾ, ഇതിനകത്ത് 9 വസ്തുക്കളാണ്. 9 വസ്തുക്കളാലാണ് സ്വർഗം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്നും ഭൂമിയിലെ വസ്തുക്കളും ആശയങ്ങളും സ്വർഗത്തിലെത്തുമ്പോൾ അത് നിത്യത പ്രാപിച്ച ജീർണതയുടെ അടിമത്തിൽ നിന്ന് മോചനം പ്രാപിക്കും. സൃഷ്ടി ജീർണത, റോമക്കാർക്ക് എഴുതിയ ലേഖനം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ആ വചനം കർത്താവ് അത് എഴുതി വെച്ചിരിക്കുന്ന വചനത്തിന് അർത്ഥവും നിഗൂഢതയും ഇതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ എവിടെ വരണം? ഒന്ന്, വെളിപാടിൻ്റെ പുസ്തകത്തിലെ 21-ാമത്തെ ഇതാ ഞാൻ സകലവും നവീകരിക്കുന്നു. അപ്പോൾ സകലതും ആ വചനം വായിക്കുമ്പോൾ നിങ്ങൾ എടുത്തു വെച്ച് വായിക്കണം പ്രിയപ്പെട്ടവരെ. ഈ ക്ലാസ് കേട്ട ശേഷം നിങ്ങൾ എടുത്തു വെച്ച് വായിക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാവും. അത് പത്രോസിലേയുടെ ലേഖനത്തിലേക്ക് വന്നപ്പോൾ മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലായി എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ മുഴുവനും എന്നേക്കുമായിട്ടില്ലാതായി, അത് മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. അത് റോമാക്കാരുടെ ലേഖനത്തിൽ വന്നപ്പോൾ സൃഷ്ടി ജീർണതയുടെ അടിമത്തിൽ നിന്ന് മോചനം പ്രാപിക്കുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യുമെന്ന വചനത്തിൻ്റെ നിഗൂഢ രഹസ്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ കാലഘട്ടം എവിടെ എത്തി. ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിൻ്റെ നിഗൂഢ രഹസ്യത്തെ നിങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തി തരാമെന്ന് ആലോചിച്ചുകൊണ്ടല്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ അവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ രഹസ്യം മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടല്ല ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് എടുക്കുന്നത്. ഇതിൻ്റെ ഘടനയെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ്. എന്നാൽ ഇതിനകത്ത് 2 കാര്യങ്ങൾ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇത് ഇങ്ങനൊരു വസ്തുക്കൾക്ക് ലോകത്തിൽ ഈ അണുബോംബുകൾ പൊട്ടിയാൽ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും രൂപാന്തരപ്പെട്ട് നിത്യത പ്രാപിക്കുന്ന വസ്തുക്കളിലേക്ക് മാറ്റപ്പെടും. സൃഷ്ടി ചെയ്യുന്നതിന് കഴിയുമ്പോഴത്തേക്കും മോചിതമാവും. അതുപോലെ തന്നെ മനുഷ്യനും എന്നേക്കുമായി നിത്യതയിലേക്ക് അവസ്ഥയിലേക്ക് വരും. അതുകൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എന്നാൽ ഇതിനേക്കാളും വലിയൊരു രഹസ്യം, ഇത് നമ്മുടെ അടുത്തെത്തിയിരിക്കുന്നു. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ക്ലാസ് മുഴുവനും ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എപ്പോഴാണ് നമ്മൾ ചിന്തിക്കും ഇതൊക്കെ ഒരു 10,000 വർഷം കഴിഞ്ഞിട്ട്, ഒരു 2 ലക്ഷം വർഷം കൂടി ഇനി ഭൂമി ഇങ്ങനെ കടന്നുരുളും, അതിനുശേഷം ഏതോ ഒരു കാലത്ത് സംഭവിക്കാനുള്ള കാര്യങ്ങൾ വളരെ വിദൂരതയിൽ എഴുതി വെച്ചതാണ്. വിദൂരതയിൽ ഒരുങ്ങിയാൽ മതി, ഇതൊന്നും ഉടനെ ഒരുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയുള്ള കാഴ്ചപ്പാടിലേക്ക് മനുഷ്യൻ്റെ ആത്മാവ് പോകരുത്. കാരണം നമ്മളൊന്നും മനസ്സിലാക്കണം, ഇപ്പോൾ ഒരു അണുബോംബ്, ഇതൊരു വലിയ അണുബോംബാണ് സങ്കല്പിക്കുക. ഈ അണുബോംബ് നിർമ്മിക്കപ്പെട്ട് ഭൂമിയിൽ വെച്ചിരിക്കുകയാണ്. ഇത് പൊട്ടുന്നൊരു സമയമുണ്ട്.
ഇത് പൊട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ ഭൂമി ബഹിരാകാശത്ത് പൊട്ടുന്നു, ചന്ദ്രനിൽ പൊട്ടുന്നു, ഭൂമിയിൽ പൊട്ടുന്നു, ഇതെല്ലാം കൂടി ഒരുമിച്ച് പൊട്ടുന്നു. അതിൻ്റെ വചനം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ സെഫാനയുടെ പുസ്തകത്തിൽ ആ പൊട്ടുന്ന സമയം ആഗതമായി. അത് ഗ്രഹിക്കാൻ നമുക്ക് കഴിയണം. അത് കഴിയുമ്പോൾ ഇത് ഏതു നിമിഷവും പൊട്ടാം, അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം ദൈവം വെച്ചിട്ടുണ്ട്. അതിൻ്റെ യേശുവിൻ്റെ പറഞ്ഞ രണ്ടാമൊരു കണക്കിലൂടെ ഞാൻ പറയുന്നുണ്ട്. ആ കൃത്യസമയത്ത് ആ സമയങ്ങളിൽ അണുബോംബ് വിട്ടെടുത്ത് അണുബോംബ് വിട്ടും, ദേവാലയം പണിയെടുത്ത് ദേവാലയം പണിയും, സൃഷ്ടി ജീർണടുത്ത് മോചിതമായ സമയത്ത് മോചിതമാകും, പുതിയ ആകാശവും പുതിയ ഭൂമിയും കടന്നു വരും. ആകാശം തീയിൽ വെന്ത് ചാമ്പലാകുന്നു, ആകാശം തീയിൽ കത്തി അപ്രത്യക്ഷമാകുന്നു, ആകാശം തെറുത്തു മാറ്റി ചുരുൾ പോലെ അപ്രത്യക്ഷമാകുന്ന ഏഷ്യാപ്രാന്റെ പുസ്തകത്തിലും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സൃഷ്ടി എന്ന വസ്തുക്കൾ ജീർണത അടിമത്തിൽ നിന്ന് മോചനം പ്രാപിച്ചുകൊണ്ട് നിത്യത്തിലേക്ക് പ്രവേശിക്കുന്ന കാലഘട്ടം നമ്മുടെ അടുത്തെത്തി. അതുകൊണ്ടാണ് പത്രോസ്ലിയായുടെ ലേഖനത്തിൽ കർത്താവ് എഴുതി വെച്ച വചനം അവിടുന്ന് എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിനെ ത്വരിതപ്പെടുത്തുകയും ഒരുങ്ങുകയും വിശുദ്ധി പ്രാപിക്കുകയും ജ്ഞാനമാർജിക്കുകയും ചെയ്യാൻ കർത്താവ് പരിശുദ്ധാത്മാവ് നമ്മളോട് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഗ്രഹിക്കാം, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തള്ളിക്കളയാം. പക്ഷേ നിങ്ങൾ തള്ളിക്കളയാതെ സ്വീകരിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അതാണ് ഈ സമയം ഇങ്ങെത്തി, ഇത് നമ്മുടെ അടുത്തിങ്ങെത്തി. യുഗാന്ത്യത്തിലേക്ക് വരുന്നു, ലോകം അന്ത്യത്തിലേക്ക് വരുന്നു, യുദ്ധങ്ങൾ ആസന്നമായി വരുന്നു, ചിലതൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. അതതിൻ്റെ പൂർണ്ണാവസ്ഥയിലേക്ക് പ്രാപിക്കുമ്പോൾ സ്റ്റെപ്പായിട്ട് നമ്മൾ ഓരോ ഘട്ടത്തിലേക്ക് കയറുകയാണ്. യുദ്ധം ആരംഭിക്കുന്നു, അതിൻ്റെ മഹാപീഠത്തിലേക്ക് പോകുന്നു, ആണവസ്ഫോടനം നടക്കുന്നു, സൃഷ്ടി ജീർണതയുടെ അടിമത്തിൽ നിന്ന് മോചിതമായി ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിച്ച് പ്രപഞ്ചം അപ്രത്യക്ഷമായി പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്വർഗീയ ജെറുസലേം ഭൂമിയിലേക്ക് വന്നു കഴിയുമ്പോൾ, ഭൂമിയിലേക്കല്ല സ്വർഗത്തിൽ നമ്മൾ എടുക്കപ്പെടുകയാണ്. അവിടെ സ്വർഗത്തിൽ ഒരുക്കപ്പെട്ടു കഴിയുമ്പോൾ നമ്മളിവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥ ആ കാലഘട്ടം അടുത്തെത്തി. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഒരു വചനത്തിൽ എത്രയോ നിഗൂഢമായ അർത്ഥങ്ങൾ സർവശക്തനായ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം. അങ്ങനെ സ്വർഗീയ ജീവിതം എന്ന പരമസത്യത്തിലേക്ക് അതിൻ്റെ ഘടനാപരമായ കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ ഞാൻ സ്വർഗത്തെക്കുറിച്ച് ക്ലാസ് തരുന്നത്. അല്ലാതെ വെറുതെ ഒരു സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കല്ല. അതുകൊണ്ടാണ് ശാസ്ത്രീയമായിട്ടും, അതുകൊണ്ടാണ് ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് എന്ന് കർത്താവ് പറയുന്നത്. അതിനുശേഷം ഇതാ ഞാൻ സകലവും നവീകരിക്കുന്നു. അപ്പോൾ ഇത് വിശ്വസിക്കാൻ ശാസ്ത്രീയമായിട്ട് ഇന്നത്തെ ബോംബുകളും ആണവയുദ്ധങ്ങൾക്കും തയ്യാറായിരിക്കുന്ന വസ്തുക്കൾ നമ്മൾ കാണുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ സൃഷ്ടി ജീർണത അടിമത്തിൽ മോചിതമാകും എന്ന് പറയും. അതിനെ ഗ്രഹിക്കാൻ നമുക്ക് വേണം. അപ്പോൾ ഈ പശ്ചാത്തലമെല്ലാം നമ്മുടെ കൺമുൻപിൽ ആയിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ഈ വചനം ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ രൂപാന്തരപ്പെടുവാൻ സൃഷ്ടി ജീവന അടിമത്തിൽ മോചിതമാകും, അതുറപ്പ്, യാതൊരു സംശയമില്ലെന്ന് കർത്താവ്. അത് ശാസ്ത്രീയമായിട്ട് ശരിയാണ്, നമുക്കറിയാം. കാരണം ആണവ സ്ഫോടനങ്ങൾ നടന്നാൽ അത് ഒന്നും രണ്ടുമല്ല, ആയിരങ്ങൾ പതിനായിരം വ്യൂഹങ്ങൾ കത്തും. അപ്പോൾ ആകാശം അപ്രത്യക്ഷമാകുന്നു. ഈ സകലതും വസ്തുക്കൾ, സൃഷ്ടി എന്ന് പറയുന്ന വസ്തുക്കൾ മുഴുവൻ രൂപാന്തരപ്പെടുമെന്ന് കർത്താവിത ഞാൻ പറഞ്ഞ വചനത്തിൽ അന്തർലീനം ഒരുപാട് 4 സ്വർഗദർശനത്തിൽ കിടപ്പുണ്ട്. മിന്നൽപ്പെട് വായു ഇങ്ങനെയായി മാറും, ജലമിനായി മാറും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ മനുഷ്യന് നിശ്ചയമായിട്ടും സ്വാതന്ത്ര്യമില്ലേ? നമ്മൾ ന്യായമായിട്ട് ചിന്തിക്കണ്ടേ? അപ്പോൾ ഉണ്ട്, ആ മനുഷ്യനും ഈ സ്വാതന്ത്ര്യം കിട്ടും. ദൈവമക്കളുടെ സ്വാതന്ത്ര്യം ജീർണതയില്ലാത്ത, ആ മരണമില്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യ ശരീരം മാറ്റപ്പെടും എന്നുള്ളതിന് പരമസ്വം. അത് സൃഷ്ടിയാണ്, മനുഷ്യനും സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. മറ്റ് വസ്തുക്കൾ പോലെ തന്നെ മനുഷ്യൻ്റെ ശരീരവും ദൈവം സൃഷ്ടിച്ച വസ്തുവാണ്. ആ വസ്തുരൂപമായ മനുഷ്യ ശരീരം നിത്യത പ്രാപിച്ച ആത്മീയ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്ന അവസ്ഥയാണ് കർത്താവ്. ഇതാ ഞാൻ സകലവും നവീകരിക്കുന്നു. ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, നിഗൂഢ രഹസ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഒരുക്കത്തിൻ്റെ ശക്തി, തീഷ്ണത ജ്വലിച്ച് നമ്മൾ ഇന്ന് കാണുന്ന ആധുനികതയുടെ പുറകെ പോകരുത്. ഞാൻ എണ്ണി പറയാൻ ആഗ്രഹിക്കുന്നില്ല, അത് പറഞ്ഞു കഴിഞ്ഞ വചനങ്ങളാണ്. പക്ഷേ അവിടെ ഞാൻ ഒരു വചനം നിങ്ങൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് വെളിപാട് 22:14 ജീവന്റെ വൃക്ഷത്തിൽ അവകാശം ലഭിക്കാനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്കികൾ, അവയവങ്ങൾ, ഇന്ദ്രിയങ്ങളെ വിശുദ്ധി കൊണ്ട് നമുക്കും ഒരു രൂപാന്തരീകരണം കർത്താവ് തരും. സൃഷ്ടവസ്തുക്കളെല്ലാം രൂപാന്തരപ്പെടുകയും പുതിയ സൃഷ്ടിയുടെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ നമ്മൾ ഭൂമിയിൽ തള്ളപ്പെടാൻ അനുവദിക്കരുത്. ഇവിടെ തള്ളപ്പെടും എന്ന് സത്യമാണ്. പക്ഷേ തള്ളപ്പെടാതെ സൃഷ്ടവസ്തുക്കൾ രൂപാന്തരപ്പെട്ടു പോകുന്നതോടൊപ്പം നമുക്കും നിത്യത്തിലേക്ക് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് പോകാനുള്ള അവസരം കർത്താവ് ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഈ നിഗൂഢ വചനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ ലോകത്ത് ഈ ക്ലാസ്സുകളൊക്കെ നമ്മൾ കിട്ടുമ്പോൾ 10,000ങ്ങളിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് അവരെയും ഒരുക്കുക പ്രിയപ്പെട്ടവരെ. അതിനായിട്ട് നമ്മളെല്ലാവരും സർവശക്തനായ യേശു ക്രിസ്തു അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യം സത്യമാണെന്ന്, ശാസ്ത്രീയമാണെന്ന് കർത്താവ് എഴുതി വെച്ചു. അത് ഞാൻ തെളിയിച്ച് നിങ്ങൾക്ക് തരികയും ചെയ്തു.
ഇനി നമ്മുടെ ഒരുക്കമാണ് നടക്കേണ്ടത്. ഒരുക്കത്തിൻ്റെ ക്ലാസ്സുകളിൽ കുമ്പസാരത്തെക്കുറിച്ചൊക്കെ ക്ലാസ് വരാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇതുപോലെ പൊതുവേദിയിൽ കൂടെ ഞാൻ സംസാരിക്കില്ല. ചില അച്ഛന്മാരൊക്കെ കുമ്പസാരം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ പാപത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്നുമല്ല പ്രിയപ്പെട്ടവർ, ഒന്നുമല്ല. അതൊന്നും കുമ്പസാരമേ അല്ല, അതൊന്നും കുമ്പസാരത്തിന് ഒരുക്കമേ അല്ല, അതൊന്നും പാപത്തിൻ്റെ മേഖലയല്ല. പാപം എന്താണെന്നും തിന്മ എന്താണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് കുമ്പസാരിക്കുന്നത് എങ്ങനെയാണെന്ന് പുസ്തകത്തിൽ അതിൻ്റെ എഴുതപ്പെട്ടിട്ടുണ്ട്. അത് എനിക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ എൻ്റെ നിഗൂഢ സിംഗിനെ പറഞ്ഞു തരികയില്ല. അത് അങ്ങനെ ഒരുക്കാനും പറ്റില്ല. അങ്ങനെ ആവശ്യമുള്ളവർ പേഴ്സണലായിട്ട് എൻ്റെ ഫോൺ നമ്പർ കിടപ്പുണ്ട്, ക്ലാസ്സിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. അത് കണ്ടിട്ട് അവരോട് വിളിച്ച് ചോദിച്ചാൽ പേഴ്സണലായിട്ട് സംസാരിച്ചു തരാം. അല്ലെങ്കിൽ ഉള്ള സംവിധാനം ഞാൻ ഒരുക്കാം. അപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥ കുമ്പസാരം, യഥാർത്ഥ പാപത്തിൽ നിന്ന് മോചനം. അതായത് നമുക്കറിയാം, ഒരു ചീത്ത പടം കണ്ടാൽ അതിൻ്റെ കയ്യിൽ ഒരു പക്ഷി നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരും. അത് ദുരാത്മാവ്, അശുദ്ധവും ഭീകരമായ സകല പക്ഷിയുടെയും താവളമായി. അപ്പോൾ ആ പക്ഷികൾ, നമ്മുടെ ഏതെങ്കിലും ഒരു പക്ഷി, ദുരാത്മാവിന് ഏതെങ്കിലും പക്ഷി നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഈ പക്ഷി നമ്മളിൽ നിന്ന് പറന്നു പോകണം, അല്ല പറത്തിവിടണം. പക്ഷെ അവൻ അങ്ങനെ പറന്നു പോവുകയില്ല. അതാണ് ദുരാത്മാവ്, അതാണ് ദുഷ്ടശക്തി, അതാണ് പൈശശക്തി. അതിനെ ബന്ധിക്കുവാനും ബഹിഷ്കരിക്കാനും കഴിയണമെങ്കിൽ സാധാരണ രീതിയിലോ സാധാരണ കുംസാരത്തിലോ പോവുകയില്ല. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഈ ക്ലാസ് കേട്ട് നിങ്ങൾ ഒരുങ്ങിക്കോ. നിങ്ങൾക്കൊരു രൂപാന്തരീകരണം നിങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിലും, നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ലെങ്കിലും, മരിച്ചുള്ള ഉയർപ്പ് വിശ്വസിക്കുന്നില്ലെങ്കിലും, എൻ്റെ ശരീരം നിത്യപ്രാപിക്കുന്നു വിശ്വസിക്കുന്നില്ലെങ്കിലും, ഞാൻ മരിച്ചിട്ട് ഉയർത്തേക്കുമെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിലും, ഇത് ഏതോ കാലം സംഭവിക്കാനുള്ളത് തള്ളിക്കളഞ്ഞാലും, വിദൂരതയുള്ളതാണെന്ന് ചിന്തിച്ചു വെച്ചാലും, ഇത് സമീപസ്ഥമാണെന്ന് മനസ്സിലാക്കാൻ ഇതാ എല്ലാ ശാസ്ത്രീയമായ കാര്യങ്ങളും നിങ്ങളെ പറഞ്ഞു കഴിഞ്ഞു. അതിനാൽ സർവശക്തനായ യേശു ക്രിസ്തു നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കാനാകട്ടെ. കർത്താവിൻ്റെ തിരുവചനം നിങ്ങൾ ഗ്രഹിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിന്റെ തിരുരക്തം നമ്മെ സകല പാപത്തിനും അശുദ്ധിയിൽ നിന്നും മോചിപ്പിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അഗ്നിയും ജ്ഞാനവും വിവേകവും എന്നെ നിറയട്ടെ. ദൈവാത്മ ശക്തി കൊണ്ട് ഞാൻ നയിക്കപ്പെടുമാറാകട്ടെ. നമ്മൾ സക്രിയ 9:8 തിരുവചന ശക്തി കൊണ്ട് സംരക്ഷിതരാകട്ടെ. വെളിപാട് 3:10 വെച്ച് കർത്താവ് നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ. അതിനാൽ സമൃദ്ധമായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.